പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27. പ്രധാന വാർത്തകൾ. വേനൽക്കാലത്തെ വെന്തുരുകുന്ന ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള മധ്യാഹ്ന വിശ്രമ നിയമം കർശനമായി പാലിക്കണമെന്ന് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി തൊഴിൽ മന്ത്രാലയം. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടത്തും. ഉച്ചസമയങ്ങളിൽ പുറത്ത് ജോലി ചെയ്യിക്കരുത്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് വിശ്രമം അനുവദിക്കേണ്ടത്. എല്ലാ നിർമ്മാണ സൈറ്റുകളിലും തുറന്ന പ്രദേശങ്ങളിലുമാണ് നിയമം ബാധകമാകുക. AC-യുള്ള വിശ്രമ കേന്ദ്രങ്ങൾ, ശാരീരികമായി ചെയ്യേണ്ട ജോലികൾ ചൂട് കുറഞ്ഞ സമയത്തേക്ക് പുനഃക്രമീകരിക്കൽ, 45 മിനിറ്റ് ജോലി ചെയ്താൽ 15 മിനിറ്റ് വിശ്രമം അനുവദിക്കുക അടക്കമുള്ള ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഒമാൻ സന്ദർശനത്തിൽ. വിദേശ ബന്ധങ്ങളുടെയും സഹകരണ കാര്യങ്ങളുടെയും ഉപപ്രധാനമന്ത്രിയും സുൽത്താന്റെ പ്രത്യേക പ്രതിനിധിയുമായ സയ്യിദ് അസദ് ബിൻ താരിഖ് അൽ സഈദ് സ്വീകരിച്ചു. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ സഹകരണം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തു. ഒമാൻ വിദേശകാര്യമന്ത്രിയും ഉസ്ബെക്കിസ്ഥാൻ ഉന്നതതല ഉദ്യോഗസ്ഥരുമടക്കം സന്നിധരായിരുന്നു. കുപ്പിവെള്ളം, സൂര്യകിരണങ്ങളും ചൂടുമേൽക്കരുതെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം മുന്നറിയിപ്പ്. രാജ്യത്ത് ചൂട് കനത്ത സാഹചര്യത്തിൽ കുപ്പിവെള്ളത്തിന്റെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിച്ചിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുപ്പിവെള്ളം സൂക്ഷിക്കുന്നതും തുറന്ന വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതുമെല്ലാം ദോഷകരമായി ബാധിക്കും. നിശ്ചിത കാലാവധി കഴിഞ്ഞവ ഉപയോഗിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്ലാസ്റ്റിക് ബോട്ടിലിൽ സൂക്ഷിക്കുന്ന കുപ്പിവെള്ളം, ജ്യൂസുകൾ, സോഡ തുടങ്ങിയവ സൂര്യപ്രകാശമേൽക്കുന്നത് സുരക്ഷിതമല്ല. അതിനാൽ സൂര്യപ്രകാശമേൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളം വിതരണം, വിൽപ്പന എന്നിവ നടത്തരുതെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. സൂര്യപ്രകാശമേൽക്കുന്ന വിധം കുപ്പിവെള്ളം വിൽപ്പനയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടി സ്വീകരിക്കും. കടുത്ത ചൂടേറ്റ് കുപ്പിയിലുണ്ടാകുന്ന രാസമാറ്റം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. കുപ്പിവെള്ളം വെയിലത്ത് വെക്കുമ്പോൾ ചൂടാകുകയും ഇതിലുള്ള പ്ലാസ്റ്റിക് നേരിയ തോതിൽ വെള്ളത്തിൽ അലിഞ്ഞിറങ്ങുകയും ചെയ്യും. പ്രത്യക്ഷത്തിൽ ഇത് കണ്ടെത്താൻ കഴിയില്ല. വെള്ളത്തിലൂടെ രക്തത്തിൽ കലരുന്ന പ്ലാസ്റ്റിക് ഗുരുതര രോഗങ്ങൾക്ക് വഴിയൊരുക്കും. അതിനാൽ സ്ഥിരമായി കുപ്പിവെള്ളം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. പ്രവാസി സ്ത്രീകളെ അപമാനിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. ഏഷ്യൻ രാജ്യക്കാരായ 3 പ്രവാസി വനിതകൾക്കെതിരെയാണ് അതിക്രമണവും മോഷണവും ഉണ്ടായത്. സംഭവത്തിൽ അന്വേഷണം നടത്തിയ വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് 3 പേരെ പിടികൂടുകയായിരുന്നു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ സമായിൽ വിലായത്തിൽ ട്രക്കിന് തീപിടിച്ചു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. പ്രധാന പാതയിൽ ഓടിക്കൊണ്ടിരിക്കെ ട്രക്കിന്റെ എഞ്ചിനിൽ നിന്ന് തീ ഉയരുകയായിരുന്നു. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. താമസ ഏരിയകളിൽ വെയർഹൌസുകൾ പ്രവർത്തിപ്പിക്കരുതെന്ന് മസ്കത്ത് നഗരസഭ. ഇത്തരം വെയർഹൌസുകൾ അയൽപക്കങ്ങളുടെ സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അനധികൃത ഗോഡൌണുകൾ തടയാനുള്ള നടപടി അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. അനുമതി കൂടാതെ ഭക്ഷണവസ്തുക്കളോ വാണിജ്യ വ്യാവസായിക വസ്തുക്കളുടെയോ സംഭരണശാലകളായി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നത് പൊതുസുരക്ഷാ ചട്ടങ്ങൾക്കും ആരോഗ്യ ആവശ്യകതകളുടെയും ലംഘനങ്ങൾക്കെതിരാണെന്ന് മസ്കത്ത് നഗരസഭ പ്രസ്താവനയിൽ പറഞ്ഞു. തീപിടുത്ത ഭീഷണി കാരണം താമസക്കാർക്ക് സുരക്ഷാ അപകടങ്ങൾ, പ്രാണികളുടെയും എലികളുടെയും വ്യാപനം, ചരക്കുകളുടെ ഗതാഗതവും ലോഡിങ്ങും കാരണം ഗതാഗത തടസ്സം, മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടൽ എന്നിവയെല്ലാം ചരക്ക് സംഭരണത്തിനായി റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്നും നഗരസഭ ചൂണ്ടിക്കാണിച്ചു. ഫാമിലി റെസിഡൻഷ്യൽ ഏരിയകളിൽ ബാച്ചിലർ താമസക്കാർക്ക് താമസ സ്ഥലങ്ങൾ അനുവദിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. ജനവാസ മേഖലകളിലെ വീടുകളും വില്ലകളും കുടുംബമായി താമസിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു.
വീണ്ടും വിദേശ പരിശീലന ക്യാമ്പൊരുക്കാൻ ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം. അടുത്ത മാസം 3 മുതൽ 7 വരെ സ്പെയിനിൽ നടക്കുന്ന ക്യാമ്പിനുള്ള 29 സ്ക്വാഡിനെ പരിശീലകൻ സിൽഹാവി പ്രഖ്യാപിച്ചു. പരിശീലന ക്യാമ്പിനായി അടുത്ത ദിവസം താരങ്ങൾ സ്പെയിനിലേക്ക് പറക്കും. വരാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള മികച്ച മുന്നൊരുക്കമാകും ചെമ്പടയുടെ വിദേശ പരിശീലനം. 2026 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 2ാം ഘട്ടം പൂർത്തിയായപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ നിന്നും 1ാം സ്ഥാനക്കാരായി ഒമാൻ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ലോകകപ്പ് യോഗ്യതയുടെ 3ാം ഘട്ട നറുക്കെടുപ്പ് അടുത്ത ദിവസങ്ങളിൽ നടക്കും. ഇത്തവണ ലോകകപ്പ് യോഗ്യത എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഒമാൻ. ഇതിനിടെ ഗ്രൂപ്പിൽ കൂടുതൽ പോയിന്റുമായി 2027 ഏഷ്യ കപ്പിനുള്ള യോഗ്യത ഒമാൻ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മാസം 28-ന് മവേല പഴം പച്ചക്കറി മാർക്കറ്റ് അവസാന പ്രവൃത്തി ദിനമായിരിക്കും. ഇതോടെ മവേല മാർക്കറ്റ് എന്നേക്കുമായി അടയ്ക്കും. ശേഷം മവേല സെൻട്രൽ മാർക്കറ്റിലെ മുഴുവൻ വാണിജ്യ ഇടപാടുകളും നിരോധിച്ചതായും നഗരസഭ ഉത്തരവിൽ വ്യക്തമാക്കി. ജൂൺ 29 മുതൽ മാർക്കറ്റ് ഖസായിൻ സിറ്റിയിലേക്ക് മാറ്റുമെന്നും മസ്കത്ത് നഗരസഭ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി. ഖസായിൻ സിറ്റിയിലെ റെസ്റ്റോറന്റുകൾ, കഫേകൾ, വെയർഹൌസുകൾ, ഡ്രൈ സ്റ്റോറുകൾ, മറ്റു കടകൾ തുടങ്ങിയ യൂണിറ്റുകൾ ഇന്നു മുതൽ കൈമാറി തുടങ്ങും. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ സാങ്കേതിക പ്രവൃത്തികളും മറ്റും കച്ചവടക്കാർക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഖസായിൻ സിറ്റിയിലെ ഹോൾസെയിൽ മാർക്കറ്റ്, കോൾഡ് സ്റ്റോർ, സെൻട്രൽ കോൾഡ് സ്റ്റോറേജ്, ഓണിയൻ ഷെഡ്, പൊട്ടറ്റോ ഷെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവ കച്ചവടക്കാർക്ക് കൈമാറിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ 50 ദശലക്ഷം റിയാൽ ചെലവിലാണ് ഖസായിൻ സിറ്റി പദ്ധതി പൂർത്തീകരിച്ചത്. വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിൽ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും ആരോപി അറിയിച്ചു. മറ്റൊരു സംഭവത്തിൽ മസ്കത്ത് ഗവർണറേറ്റിലെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 11 പ്രവാസികൾ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ അതിക്രമിച്ച് കയറിയ പ്രതികൾ ഇവിടെ സൂക്ഷിച്ചിരുന്ന ആഭരണം അപഹരിച്ച് കടന്നുകളയുകയായിരുന്നു. ഭൂമിയിലെ ഏറ്റവും മനോഹര നഗരങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെട്ട് മസ്കത്ത്. പ്രശസ്ത ട്രാവൽ എഴുത്തുകാരൻ റെബേക്ക ഹാലറ്റ് നടത്തിയ സർവേയിലാണ് രാജ്യ തലസ്ഥാനത്തിന് ആദ്യ സ്ഥാനങ്ങളിൽ ഇടം നൽകിയത്. മൈക്രോസോഫ്റ്റിന്റെ ജനപ്രിയ വെബ് പോർട്ടലായ MNS.com അടുത്തിടെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. സംസ്കാരത്തോട് ചേർന്ന് കിടക്കുന്നതും മനോഹര ഗ്രാമീണ സൗന്ദര്യം നിലനിർത്തുന്നതും മസ്കത്തിന്റെ പ്രധാന വിശേഷണമാണ്. ഒമാൻ കടലിനോട് ചേർന്ന് ഏകദേശം 40 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു തിളങ്ങുന്ന നഗരമെന്നാണ് മസ്കത്തിനെ പരാമർശിച്ചിരിക്കുന്നത്. അൽ ആലം പാലസ്, റോയൽ ഓപ്പറ ഹൗസ് പോലുള്ള ആധുനിക കെട്ടിടങ്ങൾക്കൊപ്പം ചരിത്ര പ്രാധാന്യമുള്ള മത്ര സൂക്ക് നഗരത്തെ പ്രത്യേകമാക്കുന്നു. മസ്കത്തിന്റെ കിരീടത്തിലെ ആഭരണമെന്നാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മസ്ജിദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്വർണം, ടർക്കിഷ് രത്നക്കല്ല്, വെള്ള മാർബിൾ എന്നിവ കൊണ്ടാണ് മസ്ജിദ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. രാജ്യമുന്നേറ്റത്തിനൊപ്പം തലസ്ഥാനത്ത് അടിസ്ഥാന വികസനം സാധ്യമാക്കുമ്പോഴും പാരമ്പര്യം നിലനിർത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധയുണ്ടാകുന്നുവെന്നതും മസ്കത്തിന്റെ പൗരാണിക സൗന്ദര്യത്തെ നിലനിർത്തുന്നു. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള 2ാമത്തെ നഗരമായും മസ്കത്തിനെ റിപ്പോർട്ടിൽ തിരഞ്ഞെടുത്തിരുന്നു. നൂംബിയോ മലിനീകരണ സൂചിക പ്രകാരമാണ് ഒമാന്റെ തലസ്ഥാന നഗരം ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. വായു, ജലമലിനീകരണം, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വ സ്ഥിതികൾ, പ്രകാശ ശബ്ദ മലിനീകരണം, ഹരിത മേഖലകൾ, മലിനീകരണ തോതുകൾക്കുള്ള മൊത്തം സ്ഥിതി പോലുള്ള ഘടകങ്ങൾ വിലയിരുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സൂചികയിൽ 36.2 എന്ന മികച്ച സ്കോറാണ് മസ്കത്ത് നേടിയത്. പരിസ്ഥിതി സംരക്ഷണത്തിലും പദ്ധതികളിലും പ്രസിദ്ധി നേടിയ മറ്റ് പ്രധാന ഏഷ്യൻ നഗരങ്ങളെ അപേക്ഷിച്ച് ശക്തമായ നിലയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വായു ഗുണമേന്മ, കുടിവെള്ള ഗുണമേന്മയും ലഭ്യതയും, മാലിന്യ നിർമ്മാർജ്ജന സംതൃപ്തി, ശാന്തതയും, രാത്രിയിലെ പ്രകാശം സംബന്ധിച്ച പ്രശ്നവും, ഹരിത മേഖലകളുടെയും പാർക്കുകളുടെയും ഗുണമേന്മ അടക്കമുള്ള വൃത്തി, ശുചിത്വം തുടങ്ങിയ വിഭാഗങ്ങളിൽ മസ്കത്ത് ഉയർന്ന സ്കോർ നേടി. രാജ്യത്ത് താപനില 50 ഡിഗ്രിയിലേക്ക്. ഹംറ അദുറു പ്രദേശത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49.9 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. സുലൈന, ഫഹൂദ്, മക്ഷിൻ പ്രദേശങ്ങളിൽ 49.3 ഡിഗ്രിയും ഇബ്രിയിൽ 48.5 ഡിഗ്രിയും ഹൈമയിലും സമായിലും പ്രദേശങ്ങളിലും 48.3 ഡിഗ്രിയും റുസ്താക്കിൽ 48.2 ഡിഗ്രിയും താപനില അനുഭവപ്പെട്ടു. കുറഞ്ഞ താപനില
സൈക്കിളായിരുന്നു 23.8 ഡിഗ്രി സെൽഷ്യസ്. ദൽകൂത്തിൽ 23.9 ഡിഗ്രിയും ഖൈറൂനിൽ 24.5 ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ലഭിച്ചെങ്കിലും ചൂടിന് കുറവില്ല. അൽഹജർ പർവ്വതനിരകളിലും ദാഖിലിയ ബാത്തിന ഗവർണറേറ്റുകളിലെ പർവ്വതനിരകളിലുമാണ് മഴ പെയ്തത്. എന്നാൽ ദോഫാറിൽ ചൂട് കുറഞ്ഞു വരികയാണ്. ഖരീഫ് കാലം ആരംഭിച്ചതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ 30 ഡിഗ്രിയിൽ താഴെയാണ് താപനില. വരും ദിവസങ്ങളിൽ തണുപ്പെത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ചൂട് വലിയ തോതിൽ കുറഞ്ഞാൽ മാത്രമാണ് സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ടാകും. തലസ്ഥാന നഗരിയോട് ചേർന്ന് ലിറ്റിൽ ഐഡ എന്ന പേരിൽ ഒരുങ്ങുന്ന ട്രംപ് ഇന്റർനാഷണൽ റിസോർട്ട് പദ്ധതിയുടെ ലോഞ്ചിംഗ് നടന്നു. സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് ദി യസീൻ ബിൻ ഹൈതം അൽ സയീദ് കാർമ്മികത്വം വഹിച്ചു. 140-ൽ പരം ഹോട്ടൽ യൂണിറ്റുകൾ, സ്യൂട്ടുകൾ, വില്ലകൾ, റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, ഗോൾഫ് കോഴ്സ് തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. ലോഞ്ചിംഗ് ചടങ്ങിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായ ഡൊണാൾഡ് ട്രംപ് ഓൺലൈനായി പങ്കെടുത്തു. ഗ്രൂപ്പ് പ്രതിനിധികളും മന്ത്രിമാരും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.